ഇന്ന് നമുക്ക് ടസറിൻ്റെ ബേസ് കളറിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. അതായത് നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആ ദേശി ടസറിൻ്റെ അതേ ലുക്കിൽ നിൽക്കുന്ന സാരീസാണ്. 2850 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള സാരീസാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റുമാണ്, കംഫർട്ടബിളാണ്, ഉടുക്കാനും നല്ല സുഖമുള്ള സാരീസാണ്. അപ്പം ഇതിൻ്റെ ഈ പ്രാവശ്യം വന്നിരിക്കുന്നതിനകത്ത് ഡിഫറെൻറ്റ് കളർ ടോൺസിലുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്, സെൽഫ് ടോൺസിലുള്ള എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇന്ന് നമുക്ക് ഗീവ് എവേയുടെ ഒരു അനൗൺസ്മെൻ്റ് ആണ്. നമ്മൾ കുറേ നാളായിട്ട് ഗീവ് എവേ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു, കുറേ തിരക്കുകളൊക്കെ വന്നതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗീവ് എവേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് സെപ്റ്റംബർ 1-നായിരിക്കും ഇതിൻ്റെ അനൗൺസ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രമേ ഉള്ളൂ. എയിൻസ് ബൊട്ടിക്കിൻ്റെ പേജ് ഫോളോ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്തു എന്നുള്ള കമൻറ്റും ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൊക്കേഡ് സാരീസ് നമ്മൾ ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. സെപ്റ്റംബർ 1-നായിരിക്കും നറുക്കെടുപ്പ്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ. ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ബേസ് കളർ എന്ന് പറയുന്നത് നമ്മുടെ ദേശി ടസറിൻ്റെ ബേസ് കളർ വരില്ലേ, ആ ബേസ് കളറിൽ വന്നിരിക്കുന്ന കളറാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിരിക്കുന്നത്. അതായത് ക്രീമും അല്ല ബേജും അല്ല, രണ്ടിൻ്റെയും കൂടെ മിഡിലിൽ നിൽക്കുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് ഷെയ്ഡാണ്. അതിനകത്ത് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ഒരു എംബ്രോയ്ഡറി വർക്കാട്ടോ വന്നിരിക്കുന്നത്. എന്നാൽ ഒട്ടും ഇങ്ങനെ ഭയങ്കര ഡാർക്ക് കളേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി വർക്കല്ല, ഭയങ്കര രസമുള്ള ആ കളറുമായിട്ട് സെറ്റിലായി പോകുന്ന എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തു വന്നിരിക്കുന്നത്. അതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെ ഒരു ജൂട്ട് വീവ് പാറ്റേണിൽ വന്നിരിക്കുന്ന മുന്താണി, ടാസിൽസൊക്കെ അറ്റാച്ച്ഡ് ആണ്. അതിനകത്ത് ബ്ലൗസ് വരുമ്പോഴും അതേപോലെ ആ ഒരു ജൂട്ട് വീവ് ഡിസൈനിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സാരിയുടെ പാറ്റേൺ വരുന്നത് എല്ലാ എംബ്രോയ്ഡറി സാരീസിൽ വരുന്ന പോലെ തന്നെ നമുക്ക് പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ പോർഷനിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. അല്ലെങ്കിൽ ബോഡിയിൽ ഫുൾ വന്നിട്ട് ഫ്രണ്ടിൽ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്ത് വരുമ്പോൾ മാത്രം ഇതേപോലെ ലോവർ പോർഷനിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. നമുക്ക് ഈ സാരീസിൻ്റെ ഈ ഒരു കളറും ഈ ഒരു സാരീസും നമുക്ക് ഒത്തിരി ഒക്കേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. ഈവൻ ഇപ്പോൾ ഓണത്തിന് വേണമെങ്കിലും ഓണത്തിനും യൂസ് ചെയ്യാം. ആ ഒരു കളർ തീമിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. 2850 റേഞ്ചിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസാണ് ഇന്ന് വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ലൈറ്റ് ഒരു പീച്ച് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക്. പീച്ച് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക്. പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ, വർക്കിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ബേസ് കളർ എല്ലാത്തിൻ്റെ സെയിം തന്നെയാണ്. ഇത് കണ്ടോ. അടുത്തത് വരുന്നത് ഒരു പിങ്ക് ഇങ്ങനെയാണ്. ഇതിനകത്ത് ലൈറ്റ് വെയ്റ്റ് ആണ് സാരി, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. ഈ ഒരു കളറ് നമുക്കറിയാമല്ലോ, നമുക്ക് പല ഒക്കേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കളറാണിത്. അടുത്തത് വരുന്നത് ഇതേപോലെയാണ്. ബോഡിയിൽ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് വരുന്ന പാറ്റേൺ. ഇതേപോലെയാണ് ഓൾ ഓവർ ദ ബോഡിയിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. മാമോദീസ, ഹോളി കമ്മ്യൂണിയൻ, പള്ളിയിലെ ആവശ്യങ്ങൾ, ഒരു കല്യാണത്തിൻ്റെ വെഡ്ഡിങ് ഈവിന്, അങ്ങനെ പല ഒക്കേഷൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാരീസാണ്. അടുത്തത് വരുന്നത് അടുത്ത ഡിസൈൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനകത്ത് എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നത്. ഒട്ടും ഓവറായിട്ട് തോന്നുകയില്ല, എന്നാൽ ഭയങ്കര റിച്ച് ലുക്ക് തോന്നുകയും ചെയ്യും. ഇതിൻ്റെ ബോർഡേഴ്സ് ആണെങ്കിലും ഇതേപോലെ ഒരു ത്രെഡ് വീവ് ബോർഡേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു ത്രെഡ് വീവ് ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് അതിനകത്ത് സെൽഫ് ടോണിൽ തന്നെ വരുന്ന വർക്ക്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. സെൽഫ് ടോൺ. അതെ, സെൽഫ് ടോൺ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കണ്ടോ ഒരു ചെറിയ ലൈറ്റ് ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ളൊരു വർക്കും പിന്നെ പ്യുവർ ത്രെഡ് വെച്ചിട്ടുള്ള, അങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട്, ഇത് ഭയങ്കര മഞ്ഞ കളർ ഗോൾഡ് അല്ല കേട്ടോ, ലൈറ്റ് ഗോൾഡനും അതേപോലെ തന്നെ സെൽഫ് ത്രെഡും വെച്ചിട്ടുള്ള വർക്ക്. അതുകൊണ്ട് ഇതൊട്ടും ഇങ്ങനെ ഓവറായിട്ട് നമുക്ക് ഗ്ലേസിങ്ങോ അങ്ങനെയൊന്നും ഉള്ള സാരിയല്ല. അടുത്തത് വരുന്നത് നമുക്ക് ഇതേപോലെ ഒരു സിക്സ് ആഗ് പാറ്റേണിൽ
അതും ഇതേപോലെ ത്രെഡിൻ്റെയും അതേപോലെ തന്നെ ലൈറ്റ് ഗോൾഡൻ സെറി. നമുക്കിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാലാണ് അതൊരു ഗോൾഡൻ സെറി ആണെന്ന് തോന്നുള്ളൂ. അത്രയും നന്നായിട്ട് അതിനകത്ത് ആ 2 കളർ ടോൺസ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു 6 ആക്ക് പാറ്റേൺ ഓൾ ഓവർ ദ ബോഡിയിൽ. അടുത്തത് വരുന്നത് ഇതേപോലെ ഒരു സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ ആണല്ലേ. അതിനകത്ത് ഇതേപോലെ ഒരു ഗ്രേ ആൻഡ് ഈ ഒരു സെൽഫ് ടോണിലുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ മുന്താണി വരുന്നത്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അതിൻ്റെ ബോർഡർ വരുന്നത് ഒരു ചെറിയ ഗോൾഡൻ കളറിലാണ്. അതിനകത്തേക്കൂടെ ഇതേപോലെ ഒരു കാന്ത സ്റ്റിച്ച് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പാറ്റേണിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ദേശി ടസറിൻ്റെ ബേസ് കളറിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നീ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.